ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പരനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഈ രേവതിക്ക് നഷ്ടമായ 5 ലക്ഷം രൂപ ചന്ദ്രമതി തന്നെ തിരികെ നൽകണമെന്ന് രവീന്ദ്രൻ ചന്ദ്രമതിയോട് ആവശ്യപ്പെടുന്നു. അതിന് പ്രകാരം ചന്ദ്ര സുധിയോട് പൈസ ആവശ്യപ്പെടുന്നു. 3 ലക്ഷം രൂപയെങ്കിലും എനിക്ക് നീ തരാൻ പറയുമ്പോൾ അമ്മ എൻ്റെ കയ്യിൽ അത്രയും കാശില്ലെന്ന് പറയുന്നു. അപ്പോൾ ശ്രുതി പറയുന്നു, ആൻറ്റി വിഷമിക്കേണ്ട, ആൻറ്റി തൽക്കാലത്തേക്ക് ഞാൻ സഹായിക്കാമെന്ന് പറയുന്നു. അതിനുശേഷം ശ്രുതി തൻ്റെ കയ്യിലുള്ള ആഭരണങ്ങളും താലിമാലയും എല്ലാം പണയം വെച്ചിട്ട് ചന്ദ്രമതിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ 3 ലക്ഷം രൂപയും കൊടുക്കും. ബാമയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച് ആൻ്റണിക്ക് കൊടുത്ത 2 ലക്ഷം രൂപയും ചേർത്ത് 5 ലക്ഷം രൂപ തിരികെ വെക്കുകയാണ്. അതിനുശേഷം ബാമയടുത്ത് വന്ന് ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഇവിടുന്ന് മോഷണം പോയ 2 ലക്ഷം രൂപ ഞാൻ ആൻറ്റിക്ക് തിരികെ നൽകുകയാണ്. ആ കാശിൻ്റെ പേരും പറഞ്ഞ് അവിടെ വലിയ പ്രശ്നം നടക്കുകയാണ്. രേവതിയെ മോഷണ കുറ്റമൊക്കെ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈ പൈസ എടുത്തെടുത്ത് തന്നെ വെക്കണം. വെച്ച് കഴിഞ്ഞ ശേഷം ചന്ദ്രമതി ആൻറ്റിയെ വിളിച്ച് പറയണം പൈസ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയും. അതിനുശേഷം ബാമോരെ, നിനക്ക് ഇത്രയും നല്ലൊരു മനസ്സുണ്ടായിരുന്നു മോളെ എന്ന് പറയും. എത്രയ്ക്കാലും ഞാൻ ചെന്ന് കയറിയ വീടല്ലേ ആൻറ്റി, അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ നോക്കേണ്ടത് എൻ്റെ കടമയില്ലേ എന്നൊക്കെ പറയും. അങ്ങനെ ബാമ ആ പൈസ എല്ലാം എടുത്ത് അലമാരിക്കുള്ളിൽ വെക്കുകയാണ്. അതിനുശേഷം ചന്ദ്രമതിയെ ഫോൺ ചെയ്ത് പറയും, ചന്ദ്രേ, നമ്മുടെ വീട്ടിൽ നിന്ന് കാണാതെ പോയ 2 ലക്ഷം രൂപ നീ വെച്ച സ്ഥലത്ത് തന്നെ കുറച്ച് മാറിയിരിപ്പുണ്ടായിരുന്നു. ഞാനത് ആദ്യം ശ്രദ്ധിച്ചില്ല, അങ്ങനെ എനിക്കത് കാണാൻ പറ്റാതായത്. അതുകൊണ്ട് പൈസ തിരികെ കിട്ടിയിട്ടുണ്ട്, നീ ഇവിടെ വന്ന് പൈസ മേടിച്ചുകൊണ്ട് പോകണമെന്ന് ബാമ ചന്ദ്രയെടുത്ത് പറയുന്നുണ്ട്. ആണ് നമ്മൾ ഇന്നലെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. കാണിക്കുന്നത് വിമല ആൻറ്റിയും ആദ്യയും ശ്രുതിയാണ്. ശ്രുതി വിമലയും ആദ്യം കൂട്ടിക്കൊണ്ട് നാട്ടിൽ നിന്ന് ശ്രുതി താമസിക്കുന്ന സ്ഥലത്തോട്ട് വരികയാണ്. അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കും. തൽക്കാലം നിങ്ങളിനി ഇവിടെ താമസിച്ചാൽ മതി. നാട്ടിൽ താമസിച്ച് കഴിഞ്ഞാൽ സച്ചിൻ രേവതിയും ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണാൻ വരും. ശ്രുതിയുമായിട്ടുള്ള ബന്ധം ആദ്യക്ക് എന്തുവാന്ന് അവർ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് നല്ല പേടിയുണ്ട് സച്ചിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആദ്യം ഇവിടുത്തെ സ്കൂളിൽ ചേർക്കാം, അമ്മ ഇവിടെ താമസിച്ചാൽ മതി, ഞാൻ വീക്കെൻഡിൽ വന്ന് മോനെയും അമ്മയും കണ്ടോളാം എന്നൊക്കെ പറയും. മീരയും ശ്രുതിയും കൂടി അവിടെ വന്നിട്ട് വേണ്ട അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്ത് കൊടുക്കും. ഫർണിച്ചറും വീട്ടു സാധനങ്ങളും എല്ലാം എടുത്തു കൊടുക്കും. അമ്മയെ ഒരു കാരണവശാലും ഒരു കാര്യത്തിനും അമ്മ പുറത്തോട്ടിറങ്ങി പോകരുത്, ഞാൻ വീക്കെൻഡിൽ വരുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും മേടിക്കാം. പിന്നെ പാലിനടുത്തൊരു കടയിൽ പറഞ്ഞിട്ടുണ്ട്, പത്രം ഇടും. പിന്നെ ആദ്യയുടെ സ്കൂളിൽ പോയി ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്കിവിടെ തന്നെ നല്ല ഏതെങ്കിലും സ്കൂളിൽ അവനെ ചേർക്കാമെന്ന് പറയും. അത് മോളെ, നാട്ടിലെ സ്കൂളിലാവുമ്പം അവന് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എന്താ അമ്മയ്ക്കിപ്പോൾ നാട്ടിൽ പോകണോ? നാട്ടിൽ മാത്രമല്ല ഇവിടെ നല്ല ഫ്രണ്ട്സിനെ കിട്ടും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അവൻ ഈ സ്കൂളും ഈ അന്തരീക്ഷമൊക്കെ ആയിട്ട് നല്ലോണം അങ്ങ് മിങ്കിൾ ചെയ്യും. അതൊന്നും പ്രശ്നമില്ല. പിന്നെ അമ്മ അധികം ആരോടും സംസാരിക്കാനൊന്നും പോകരുത്. നാട്ടുമ്പുറമല്ല, ടൗണാണ്. ആരോടും അനാവശ്യമായ ഒരു ചങ്ങാത്തത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു കാരണവശാലും അമ്മ പുറത്തിറങ്ങരുത്. സന്ധ്യ 8 മണിയാകുമ്പോഴത്തേക്ക് ലൈറ്റെല്ലാം അണയ്ക്കണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞങ്ങ് വിമലാമ്മ ഏൽപ്പിക്കുകയാണ്. വിമലയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഒന്നിനും പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ആരോടും മിണ്ടാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. പിന്നെ നീ എന്തിനും എന്നെ ജയിലിൽ കൊണ്ടിട്ടേക്കണമെന്ന് ചോദിക്കും. ജയിലിൽ കിടന്ന് ഇതിൽ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയും. അമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, നിങ്ങൾ പിന്നെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി നിങ്ങൾ എൻ്റെ ജീവിതം നശിപ്പിക്കുമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ശ്രുതി വിമലാമ്മയോട് ദേഷ്യപ്പെടും. അപ്പോൾ മീര പറയും, ശ്രുതി നീ ഒന്നും മിണ്ടാതിരിക്കുക. അങ്ങനെ മീര വന്ന് വിമലയോട് പറയും, ആൻറ്റി ടെൻഷൻ ആവണ്ട, അവൾ വളരെ ഓവർ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നത്. ശ്രുതിയെ പിരിയാൻ അവൾക്ക് ഒരു കാരണവശാലും പറ്റത്തില്ല. എന്തെങ്കിലും കാരണവശാൽ അവളുടെ അമ്മായിമ്മ അറിയാമല്ലോ, ചന്ദ്രേൻ്റെ എന്തെങ്കിലും ഒരു കാര്യം അണത്തറിഞ്ഞാൽ മതി, പിന്നെ അതിൻ്റെ പുറമെ അന്വേഷണം നടത്തും. അതുകൊണ്ടാണ് എപ്പോഴും സച്ചിൻ രേവതി നാട്ടിലോട്ട് വരികയും ആദ്യമായിട്ട് കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ശ്രുതി അവൻ്റെ അമ്മയാണെന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതം തന്നെ തകർന്നു പോകും. ഇല്ല മോളെ, ഞാനായിട്ട് അവളുടെ ജീവിതം തകർക്കത്തില്ല. മുമ്പ് ഞാനായിട്ട് നിർബന്ധം പിടിച്ച് നടത്തിയ കല്യാണം അത് അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അത് അവൾക്ക് തുടർന്ന് ജീവിക്കാൻ പോലും പറ്റിയില്ല. ഇനി അവളുടെ ഇഷ്ടത്തിന് അവളായിട്ട് നടത്തിയ കല്യാണം ഇല്ലേ ഇത്, അതിന് ഞാനൊരു തടസ്സമാവത്തില്ല. ഞാനും ആദ്യം ഒരിക്കലും അവൾക്കൊരു തടസ്സമാവത്തില്ലെന്ന് പറയും. തടസ്സത്തിൻ്റെ അല്ല അമ്മയും ആദ്യം ശ്രുതിയുടെ അമ്മയും മോനുമാണ് എന്നെങ്കിലും ആ വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജീവിതം തകർന്നു പോകും. അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത്, അല്ലാതെ അമ്മയുടെ ദേഷ്യം കൊണ്ടൊന്നും അല്ലെന്ന് പറയും. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിക്കും. എന്നിട്ട് ആദ്യം പറയും, അമ്മ താമസിക്കുന്നിടത്തോട്ട് എന്നെയും കൊണ്ടുപോകുമെന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, മോനെ അത് ഇപ്പോൾ വേണ്ട, ഒരു 3 മാസം കഴിയട്ടെ, 3 മാസം കഴിയുമ്പോൾ മോനെ അമ്മ താമസിക്കുന്നിടത്ത് കൊണ്ടുപോകാമെന്ന് പറയും. അപ്പോൾ ആദ്യം നല്ല വിഷമമാവും. പിന്നെ നിനക്ക് ക്രിക്കറ്റൊക്കെ കളിക്കാൻ ഇഷ്ടമാണല്ലോ, ഇവിടെ ക്രിക്കറ്റൊക്കെ കളിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ അമ്മ ആഴ്ച വന്ന് മോനെ കൊണ്ടുപോകാം. പിന്നെ മോനെ പുതിയ സ്കൂളിൽ ചേർക്കാം, മോന് പുതിയ യൂണിഫോമും ബാഗും എല്ലാം അമ്മ മേടിച്ച് തരാമെന്ന് പറയും. ശ്രുതിക്ക് വിഷമമുണ്ട് ആദ്യം പിരിയുന്നതിനകത്ത്, പക്ഷേ ആരോടും സത്യമൊന്നും പറയാനും പറ്റത്തില്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഇനി സ്കൂളിൻ്റെ കാര്യമെല്ലാം അന്വേഷിച്ചിട്ട് ഞാനും അമ്മയെ ആദ്യമായിട്ട് സ്കൂളിലോട്ട് കൊണ്ടു ചേർക്കാമെന്ന് പറയും. അപ്പം മോനെ, അപ്പോൾ അവൻ്റെ ഈ വർഷത്തെ പകുതി ക്ലാസ് പോകത്തില്ലേ, അത് സാരമില്ല, നമുക്ക് ഇവിടെ പുതിയ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാമെന്നൊക്കെ പറയും. അങ്ങനെ എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടാണ് മീരയും ശ്രുതിയും കൂടി നേരെ വീട്ടിലോട്ട് വരുന്നത്. അതിനുശേഷം സച്ചി നാട്ടിലോട്ട് ട്രിപ്പ് വരികയാണ്. ആ സമയത്ത് അവിടെ വന്നതിന് ശേഷം
വിമലയും ആദ്യം താമസിക്കുന്ന നാട്ടിലോട്ടാണ് വരുന്നത്. അവിടം വരെ വന്ന സ്ഥിതിക്ക് സച്ചി കരുതും എങ്കിൽ ഇവിടെ വന്നിട്ട് ആദ്യം ഒന്ന് കണ്ടിട്ട് പോകാം, വിമലേൻ്റെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി അവർ താമസിക്കുന്ന വീട്ടിലോട്ട് ചെല്ലും. വീട്ടിൽ ചെല്ലുന്ന സമയത്ത് വീട്ടിൻ്റെ ഗേറ്റെല്ലാം പൂട്ടിയിട്ടേക്കാണ്. അത് കാണുന്നതും സച്ചി പറയും, ഇതെന്താ ഇവരെവിടെ പോയി, വീടെല്ലാം പൂട്ടിയിട്ടേക്കാണല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അപ്പുറം താമസിക്കുന്ന ഒരു ചേച്ചിയെടുത്ത് ചോദിക്കും, ചേച്ചി ഇവിടെ ആൾ താമസമില്ലേ, വീട് പൂട്ടിയിട്ടേക്കെന്ന് പറയും. ഇവിടെ 3 ദിവസം കൊണ്ട് ആളില്ലെന്ന് പറയും. അല്ല, ഞാൻ കരുതി അവർ നിങ്ങളുടെ കൂടെ വന്നേ ആയിരിക്കുമെന്ന്. ഞങ്ങളുടെ കൂടെ നിങ്ങൾ മാത്രമല്ലേ എപ്പോഴും ഇവിടെ വരും, നിങ്ങൾ അവരുടെ ബന്ധുക്കളല്ലേ എന്ന് ചോദിക്കും. ബന്ധുക്കളൊന്നും അല്ല, പരിചയം ഉണ്ടെന്നേ ഉള്ളൂ പറയാം. ഞാൻ കരുതി ഇനി നിങ്ങളുടെ കൂടെ വന്നേ ആയിരിക്കും, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് സുഖമില്ലാതാവുമല്ലോ, പിന്നെ ഈ ഒരു കൊച്ചു മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇനി നിങ്ങളുടെ കൂടെ വന്നേ ആയിരിക്കും. ഇല്ല, ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ലെന്ന് പറയും. എവിടെ പോയെന്ന് വല്ലതും പറഞ്ഞു? ഇല്ല, ഒന്നും പറഞ്ഞില്ല, 2 ദിവസം കൊണ്ട് ഗേറ്റ് പൂട്ടി ഇട്ടേക്കോ, ഒന്നും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ലെന്ന് പറയും. അവർക്ക് ആരോടും ഒരു സഹകരണമൊന്നും ഇല്ലെന്ന് പറയും. അങ്ങനെയാണോ, ഒരു കാര്യം ചെയ്യും, ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കാൻ പറയും. അങ്ങനെ സച്ചി അവിടെ നിന്നുകൊണ്ട് ഫോൺ ചെയ്യാണ്. ആ സമയത്ത് ആ വീട്ടിൽ ശ്രുതിയും മീരയും വിമലാമ്മയൊക്കെ നിൽപ്പുണ്ട്. അപ്പോഴത്തേക്ക് ഒരു കോള് വരും. കോൾ എടുക്കുമ്പോൾ ചോദിക്കും, ആരാ അമ്മേ? അത് സച്ചിയാന്ന് പറയും. ഒരു കാരണവശാലും ഒന്നും വിട്ട് പറയരുതെന്ന് പറയും. അപ്പം വേണ്ട, ഞാൻ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുത്താൽ സച്ചി ഓരോന്നൊക്കെ ചോദിക്കും. അതൊന്നും പ്രശ്നമല്ല, അമ്മ എടുക്കുക, ഫോൺ എടുത്തില്ലെന്നുണ്ടെങ്കിൽ സച്ചി പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കും, ഒരു സംശയമാവുമെന്ന് പറയും. അങ്ങനെ ഫോൺ എടുക്കുമ്പോഴേക്കും ഹലോ, ആൻറ്റി, ഞാനാ സച്ചി. മനസ്സിലായി മോനെ, എന്താ? ഞാൻ ആൻറ്റി താമസിക്കുന്ന വീട്ടിൽ നിൽക്കുന്നത്, ഇവിടെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു. അടുത്ത വീട്ടിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് 2 ദിവസം കൊണ്ട് ഇവിടെ ആൾ താമസമില്ലെന്ന്. എവിടെ പോയി? ആൻറ്റി ഹോസ്പിറ്റലെങ്ങാണോ ആണോ, സുഖമില്ലാതായോ പിന്നെയെന്ന് ചോദിക്കും. ഞങ്ങൾ അവിടെ താമസം മാറിയപ്പോൾ വേറൊരു നാട്ടിലാണെന്ന് പറയും. വേറെ നാട്ടിൽ? എവിടെ ആൻറ്റി? എവിടെയാണെങ്കിലും പറ, ഞങ്ങൾക്ക് ആദ്യം ആൻറ്റി ഒന്ന് കാണണം, ഞാൻ രേവതിയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാമെന്ന് പറയും. ഉടനെ ശ്രുതി അവിടെ നിന്ന് തലയാട്ടി കാണിക്കും, പറയരുതെന്ന് പറയും. അത് ഇച്ചിരി ദൂരെയാണ് മോനെ എന്ന് പറയും. എവിടെയാണെങ്കിലും പറയാം ആൻറ്റി, ഞങ്ങൾ വന്ന് കാണാമെന്ന് പറയും. സച്ചിക്കും, സച്ചി പറയുന്നതുകൊണ്ട് നിനക്ക് വിഷമം തോന്നരുത്, നീ എപ്പോഴും എന്നെ ഇങ്ങനെ ഫോൺ ചെയ്യരുത്. അതുമല്ല, ആദ്യയുടെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമൊന്നും നിങ്ങൾക്കില്ലല്ലോ, നിങ്ങൾ അവൻ്റെ ബന്ധുക്കളൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കും. അതെന്താ ആൻറ്റി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് ആദ്യമായിട്ടുള്ള അടുപ്പം ആൻറ്റിക്ക് അറിയാവുന്നതല്ലേ, പിന്നെന്താ, അത് നിങ്ങൾ ആദ്യം അധികം കാണാൻ വരുന്നതൊന്നും അത്ര ശരിയുള്ള കാര്യമല്ല. പിന്നെ എപ്പോഴും ഞങ്ങളുടെ സുഖവിവരമൊന്നും അന്വേഷിച്ച് നിങ്ങൾ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളിവിടെ നന്നായിരിക്കുക. എൻ്റെ മോള് ഞങ്ങൾക്ക് ഇവിടെ വീടൊക്കെ എടുത്തു തന്ന്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി എപ്പോഴും ഞങ്ങളെങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് സച്ചിക്ക് നല്ല വിഷമം, ഇതെന്താ ആൻറ്റിയുടെ സംസാരത്തിൽ ഒരു മാറ്റം, ഇതുവരെ അങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത്, നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്, പെട്ടെന്ന് എന്താ, നമ്മളൊന്നും ചെയ്തിട്ടും ഇല്ലല്ലോ എന്നൊക്കെ പറയും. നമ്മൾ ആദ്യമുള്ള സ്നേഹം കൊണ്ടില്ലേ കാണാൻ പോകുന്നത്, പിന്നെന്താ ഇങ്ങനെ എന്നൊക്കെ സച്ചി ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രുതിക്ക് അങ്ങ് സന്തോഷമാവും. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി ഓടി വന്ന് കെട്ടിപ്പിടിക്കും വിമലെ. അമ്മ നന്നായി, ഇനി മേലെ അവൻ അമ്മയെ ഫോൺ ചെയ്യത്തെന്ന് പറയും. മാറടി എന്ന് പറയും. നിനക്ക് സന്തോഷമായല്ലോ, പറയാം, എന്ത് നല്ല സ്വഭാവം എന്ന് പറയാം സച്ചിയുടെയും രേവതിയുടെയും. അവനോട് എനിക്ക് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാണ്ടി വന്നല്ലോ എന്ന് പറയും. അമ്മ അങ്ങനെ സംസാരിച്ചെങ്കിൽ മാത്രമേ അവൻ നിങ്ങളെ അന്വേഷിക്കാതിരിക്കൂ, അല്ലെങ്കിൽ അവൻ ഇവിടാന്ന് പറഞ്ഞാൽ അവൻ ഇവിടെയും വരത്തില്ലയോ എന്ന് പറയും. അവൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് നിങ്ങളെ ഇത്രയും പൈസയും മുടക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത്, പിന്നെ ഇവിടെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ന് പറയും. ഇനി അത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ്, ഇനി അവനെ കാണുകയോ സംസാരിക്കുകയൊന്നും ചെയ്യേണ്ടെന്ന് പറയും. അങ്ങനെ ആദ്യം പറയും, അമ്മ പോവുകയാണോ? അമ്മ പോയിട്ട് വരാം മോനെ, അമ്മ പോയിട്ട് ആഴ്ച വരാം മോൻ, അമ്മൂമ്മ പറയുന്നതാണ് കല്ല അനുസരിക്കണം, അമ്മൂമ്മയ്ക്ക് സുഖമില്ലായിരിക്കുക, അധികം കിടന്ന് ഓടിയൊന്നും ചെയ്യരുത്, പിന്നെ പുറത്തോട്ടൊന്നും പോയതേം കളിക്കരുത്, പിന്നെ അമ്മ വരുന്ന സമയത്തൊക്കെ മോനെ പാർക്കിൽ കൊണ്ടുപോകും എന്നൊക്കെ പറയും. അങ്ങനെ ആദ്യം ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാണ് ശ്രുതിയും മീരയും കൂടി അങ്ങ് പോകുന്നത്. ശേഷം ആദിയുടെ പുതിയ സ്കൂളിലൊക്കെ ചേരണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് വിമലയും കൂട്ടിക്കൊണ്ട് ആദിയും വിമലയും ശ്രുതിയും കൂടി പിന്നെ സ്കൂളിലോട്ട് വരികയാണ്. സ്കൂളിലോട്ട് വരുന്ന സമയത്ത് അവിടെ പുതിയ സ്കൂളും അന്തരീക്ഷമൊക്കെ കാണുന്ന ആദിക്ക് ഭയങ്കര സന്തോഷമാവുന്നു. ആദ്യം അങ്ങ് എല്ലായിടത്തും ഓടി നടക്കുകയാണ്. എന്തായാലും അവന് സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറയും. എന്നാലും നാട്ടിലെ സ്കൂളായിരുന്നു നല്ലതെന്നൊക്കെ പറയും. അമ്മയ്ക്ക് ഇപ്പോഴും നാട്ടിലോണ്ടാണ് കൂടുതൽ ഇഷ്ടമെന്നൊക്കെ ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ രവീന്ദ്രനൊരു ജോലിയുടെ കാര്യം അശോകൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്കൂളിൽ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ജോലിയുടെ കാര്യം പറഞ്ഞത്. അങ്ങനെ അവിടെ വന്ന് പ്രിൻസിപ്പളോട് സംസാരിക്കുമായിരുന്നു. അപ്പം രവീന്ദ്രനോട് പറയും, നിങ്ങൾ മുമ്പ് KSRTCയിലായിരുന്നില്ലേ? അശോകൻ പറഞ്ഞു, അതെ സാർ, ഞാൻ 30 വർഷമായി KSRTCയിലെ ഡ്രൈവറായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 2 വർഷമായി. മക്കളൊക്കെ എനിക്ക് 3 ആൺമക്കളാണ്, 3 പേരെ വിവാഹം കഴിഞ്ഞു, നല്ല നില ജീവിക്കുകയാണ്. പിന്നെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് ബോറടിയാണ്. ഇതാകുമ്പോൾ ജോലിക്കും പോകാം, എന്തെങ്കിലും നമ്മുടെ ചിലവുള്ള കാശും കിട്ടും. അതൊരു നല്ല കാര്യം, എപ്പോഴും എൻഗേജായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ അവരുടെ പ്രായം തോന്നിക്കും, അസുഖമൊക്കെ ഫീൽ ചെയ്യുമെന്ന് പറയും. അങ്ങനെ പറയും. എനിക്ക് അശോകനെ നല്ല പരിചയമാണ്, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിനടുത്താണ് അശോകൻ്റെ വീട്. അപ്പോൾ അശോകനാണ് നിങ്ങളുടെ കാര്യം പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആഴ്ച ഒരു ദിവസം വന്നാൽ മതി, എല്ലാ ബുധനാഴ്ചയും വന്ന് അക്കൗണ്ട്സൊക്കെ ചെക്ക് ചെയ്യണം. ഞങ്ങളുടെ സ്കൂളിൻ്റെ പുതിയൊരു ബ്രാഞ്ച് ഇപ്പം ഓപ്പൺ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വരണമെന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ റിസപ്ഷനിൽ കൊടുത്തിട്ട് പോകും, ഞങ്ങൾ
കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറയും. ഓക്കെ സാറെന്ന് പറയും. അങ്ങനെ അശോകൻ്റെ അപ്പുറം എടാ നീ എന്നാലും എത്രയും പെട്ടെന്ന് ഒരു ജോലി ശരിയാക്കി തന്നല്ലോ, അത് പിന്നെ നീ ഇതൊക്കെ ആദ്യമായിട്ട് ആവശ്യപ്പെടുമ്പോൾ എങ്ങനെയാണോ ഞാൻ ചെയ്യാതിരുന്നേരുന്നതെന്ന് പറയും. എന്തായാലും സന്തോഷമായി എങ്കിൽ ബാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും താഴോട്ടിറങ്ങി വരുന്നതും ആദ്യം ശ്രുതി എല്ലാം കൂടി മേളിലോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ കയറി വന്ന കാര്യങ്ങളൊക്കെ ആദിയുടെ അഡ്മിഷൻ്റെ കാര്യമൊക്കെ സംസാരിക്കും. അപ്പോൾ അതുമെല്ലാം സംസാരിച്ചിട്ട് അവരൊക്കെ പോവുകയാണ്. പരസ്പരം അവർ തമ്മിൽ കാണത്തുമില്ല. അതിനുശേഷം സച്ചി നേരെ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വന്നതിന് ശേഷം സച്ചിയുടെ പോയി കുളിക്കും, ഞാൻ ഫുഡൊക്കെ എടുത്ത് വെക്കാമെന്ന് പറയും. അത് രേവതി ഇന്ന് സംഭവം ഉണ്ടായി, എന്ത് പറ്റി, ഇന്ന് നമ്മുടെ ആദ്യം വിമലേൻ്റെയും താമസിക്കുന്ന സ്ഥലത്തോട്ടാണ് എനിക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നത്, എന്നിട്ട് ആദ്യം കയറി കണ്ടോ, അവൻ എന്തു പറഞ്ഞു, എൻ്റെ കാര്യമൊക്കെ ചോദിച്ചോ എന്നൊക്കെ പറയും. നീ ഒന്ന് സമാധാനപ്പെട്ട് രേവതി, അവനെ വിമലേൻ്റെ അവിടെ കണ്ടില്ല, അതെന്ത് പറ്റി, അത് അവരവിടെ നിന്ന് താമസം മാറിയെന്നാണ് പറഞ്ഞത്. എന്താ പെട്ടെന്ന്, അത് ഒന്നും അറിയത്തില്ല, ഞാൻ അടുത്ത വീട്ടിൽ ചോദിച്ചപ്പം 2-3 ദിവസം കൊണ്ട് ഗേറ്റ് പൂട്ടിയിട്ടേക്കുമെന്നാണ് പറഞ്ഞത്, അവർ എവിടെയോ പോയെന്ന് പറഞ്ഞു. ചേട്ടൻ അവരത് വിളിക്കാഞ്ഞ എന്താ, ഞാൻ വിളിച്ചു, പക്ഷേ ഞാൻ വിളിച്ചത് വിമലാൻ്റിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, ഇനി മേലാൽ അവരെ വിളിക്കരുതെന്നും ആദിയുടെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ നിങ്ങൾ അന്വേഷിക്കേണ്ടെന്നൊക്കെ പറഞ്ഞതെന്ന് പറയും. അതെന്താ ഇപ്പോൾ വിമലാൻ്റി അങ്ങനെ പറയും, അതാ എനിക്ക് മനസ്സിലാവാത്തത്, ആദിയോട് നമ്മൾ നല്ല രീതിയിലല്ലേ സംസാരിക്കുക ഇടപഴകിയൊക്കെ ചെയ്തിട്ടുള്ളത്, പിന്നെ പെട്ടെന്ന് എന്താ അവർക്കൊരു മാറ്റമൊന്നും എനിക്കറിയത്തില്ല. ഇനി ആദ്യയോട് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതും ഇടപഴകുന്നതൊന്നും അവർക്ക് ഇഷ്ടമില്ലയോ, ഇനി അവരോട് കൂടുതൽ നമ്മൾ ഇടപഴകുന്നത് മറ്റാർക്കെങ്കിലും ഇഷ്ടമില്ലാഴികയോ എന്തോ ഒരു പ്രശ്നമുണ്ട്, ആദ്യം ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് പറയും. അതും കേട്ടുകൊണ്ടാണ് ശ്രുതി അങ്ങോട്ട് കയറി വരുന്നത് വീട്ടിലോട്ട്. അപ്പോഴത്തേക്കാരും ദുരൂഹതകൾ, അതെ ആദ്യയുടെ കാര്യത്തിൽ അവർക്ക് എന്തൊക്കെയോ ഒരു കള്ളത്തരമുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നത്, പക്ഷേ ആദ്യയുടെ കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ അവരെന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയും. അതെന്തായാലും ഒന്ന് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ, സത്യം എന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറയും. അപ്പോൾ ശ്രുതിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്, ഇനി ഇവിടെ നാട്ടിൽ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ പെട്ടെന്ന് ഇവർക്ക് തമ്മിൽ കാണാനും പറ്റും, ദൈവമേ ഇനി ആദ്യം എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ വായിൽ നിന്ന് ഞാൻ അവൻ്റെ അമ്മയെന്നെങ്ങാനും സച്ചി മനസ്സിലാക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് ആദ്യം. അപ്പോൾ അവിടെ വരെയാണ് നമ്മൾ ഈ വരാൻ പോകുന്ന ദിവസത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി ആദ്യം ചേർക്കാൻ പോകുന്ന സ്കൂളിൽ തന്നെയാണ് അക്കൗണ്ട് സെക്ഷനിൽ രവീന്ദ്രൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചും രവീന്ദ്രൻ ആദ്യം കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആദ്യയുടെ കാര്യം അന്വേഷിക്കാനായിട്ട് ശ്രുതി അവിടെ വരും. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്തുവാണെന്ന് രവീന്ദ്രനെ കണ്ടുപിടിക്കാൻ പറ്റുമോ, അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.